എടാ അതെ, നാളെ ഞാൻ വൈകിട്ട് അവളായിട്ടൊന്ന് പടത്തിന് ബുക്ക് ചെയ്തണ്ടേ, എനിക്ക് വരാൻ പറ്റില്ല. ഇല്ല കുഴപ്പമില്ല, നിങ്ങൾ വിളിക്കേ. ഓക്കെ. നാളെ വൈകിട്ട് എൻ്റെ ഏത് പടത്തിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്? എടാ അതെ, നാളെ വീക്കെൻഡ് അല്ലേ, അപ്പോൾ അവന്മാർ ചുമ്മാ എല്ലാവരോടും കൂടിയാലോ എന്ന് ചോദിച്ചു വിളിച്ചതാ. അത് നല്ല കാര്യമല്ല, നിനക്ക് ബുക്ക് കൂടെ? നല്ല കാര്യമാണ്, പക്ഷേ വെല്ലടി പരിപാടിയാ, അത് കാരണം. അവർക്കറിയാം നീ അടിക്കുള്ളത്, പിന്നെ കൂടുതൽ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ സിലോട്ട് ചെയ്ത് വന്നൂടെ? ഏതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി വെള്ളടി പരിപാടി വലിയ താല്പര്യമില്ല. പിന്നെ അടിച്ച് മുത്ത് കഴിയുമ്പോൾ ഉമ്മാരുടെ ടോണങ്ങോട്ട് മാറും, പിന്നെ അതെൻ്റെ വൈബായിട്ട് അങ്ങോട്ട് മാച്ച് ആവില്ല. അപ്പൊ അത് നൈസായിട്ട് എൻ്റെ നിനക്ക് വെച്ചല്ലേ? അങ്ങനല്ല, പിന്നെ നിന്റെ പേര് പറഞ്ഞ അവന്മാർ പിന്നെ വലിയ ചോദ്യത്തിനൊന്നും വരില്ല, നമ്മൾ സേഫാണ്. ഇപ്പൊ അമ്മമാര് വിചാരിക്കും ഞാൻ ടോക്സിക് ആണ്, നിന്നെ അനങ്ങാൻ കൂടെ സമ്മതിക്കില്ല. അങ്ങനെയൊന്നും വിചാരിക്കൂല. അല്ല, ഇനി വിചാരിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ സിറ്റുവേഷനിലൊക്കെ ആവശ്യം വരും. കൊള്ളാം, ഒരു പ്രത്യേകതരം ഇൻട്രോവേർട്ട് ആണല്ലേ? അങ്ങനല്ല, ലൈക്ക് എനിക്ക് കണക്ട് ആവാത്ത ആൾക്കാരായിട്ട് ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുള്ളൂ, അല്ലാത്തവരോട് ഞാൻ ഭയങ്കര അമ്മയാ. അതിനിപ്പോൾ എന്താ പറയുക. പിന്നെ ബീങ് ആൻ ഇൻട്രോവേർട്ട് ഈസ് നോട്ട് ഈസി. ഓക്കെ, അതെ അതെ, ഇങ്ങനത്തെ എക്സ്ക്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ നല്ല പാടാണല്ലോ. എന്തുവാ ചുമ്മാ പറഞ്ഞാടാ, ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ടിലേക്ക് എന്താല്ലേ കാര്യം? അതൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടർ അല്ലേ, എല്ലാവരും ഒരേപോലെ ആവോ? അല്ലേ? ശരിയാ, എന്നാൽ നീ പോയി രണ്ട് ചായ വേണം. അത് നിനക്ക് പറഞ്ഞൂടെ? അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ തിരക്കിനിടെ പോയി ചായ പറഞ്ഞ് മേടിച്ചോണ്ടിരുന്നെങ്കിൽ ഡിന്നർ കഴിക്കാനുള്ള സമയമാവും, അതായത് ഇവനെ കൊണ്ട് അങ്ങനെ